മദീന ഹൈവേയിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരി മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹാദിയ ഫാത്തിമയാണ് മരിച്ചത്. ഹാദിയയുടെ മാതാപിതാക്കളടക്കം 4 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. ഇവരുടെ കബറടക്കത്തിന് പിന്നാലെയാണ് മകളും മരണത്തിന് കീഴടങ്ങിയത്. അഫ്താബ് റഹ്മാൻ ചേർന്ന വിവരങ്ങൾ നൽകാനായി. അഫ്താബ്, സങ്കടകരമായ വാർത്തയാണ്. എപ്പോഴാണ് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്? വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? ജീന, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ 9 വയസ്സുകാരി മരണപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇവരുടെ കുടുംബം മലപ്പുറം വെള്ളിയിലെ സ്വദേശിയായ ജലീലും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ ഉമ്മ, ഒപ്പം മകൻ ആദിൽ എന്നിവരുൾപ്പെടെയുള്ള യാത്രാ സംഘം അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തെ തുടർന്ന് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 4 പേരും മരണപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മകളും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ജലീലിന്റെയും ഭാര്യയുടെയും മകന്റെയും ഒപ്പം തന്നെ ഉമ്മയുടെയും ഖബറടക്കം ഇന്ന് പുലർച്ചെ മദീനയിൽ വെച്ച് പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് മകളുടെ മരണവിവരം കൂടി വരുന്നത്. മകൾ ഈ അപകടം സംഭവിച്ചത് മുതൽ തന്നെ ഗുരുതരാവസ്ഥയിലാണ് തുടർന്നത്. ഇതിനുശേഷം ഏതാണ്ട് 12 മണിക്കൂറിലേറെ നീണ്ട ഒരു ശസ്ത്രക്രിയക്ക് ഈ കുട്ടിയെ വിധേയമാക്കിയിരുന്നുവെങ്കിലും ആരോഗ്യാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി തുടർന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജീന, ശരി അഫ്താബ്. ഏതായാലും മാതാപിതാക്കളുടെ കബറടക്കത്തിന് പിന്നാലെ 9 വയസ്സുകാരി ഹാദിയ ഫാത്തിമ മരണത്തിന് കീഴടങ്ങി. ഉച്ചയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്.